ഹായ് മച്ചാമാരെ, ആൻഡ്രോ ക്രിയേഷൻസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മച്ചാമാരെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിൻ്റെ ടച്ച് സ്ക്രീന്, അതായത് ടച്ചിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതും, അതുപോലെ തന്നെ ടച്ച് സ്ക്രീനിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസുകൾ നമുക്കൊരു ഷോപ്പിൽ കൊടുക്കാതെ തന്നെ നമുക്ക് എങ്ങനെ റെക്ടിഫൈ ചെയ്യാം. അതായത് ചെറിയ ചെറിയ ഇഷ്യൂസുകളാണെങ്കിൽ ചില ഭാഗത്ത് മാത്രം ടച്ച് വർക്കാവാതെ വരിക, അല്ലെങ്കിൽ ചില സമയത്ത് വർക്കാവുന്നു, ചില സമയത്ത് വർക്കാവുന്നില്ല, അങ്ങനത്തെ ചില ചെറിയ ഇഷ്യൂസുകളാണെങ്കിൽ അത് നമുക്ക് ഷോപ്പിൽ കൊടുക്കാതെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ എങ്ങനെ റിപ്പയർ ചെയ്യാമെന്നൊക്കെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ ടച്ചിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതും, രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ ടച്ച് എങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ അതെങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതുമാണ്. ഈ ഒരു വീഡിയോ ലെങ്ത് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊരു സെക്കൻഡ് പാർട്ടായിട്ടായിരിക്കും ഞാൻ ടച്ച് റെഡിയാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ഇടാൻ പോകുന്നത്. അപ്പോൾ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണുക. ഡിസ്ക്രിപ്ഷൻ ഒന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അതിൽ ആ ഒരു ലിങ്ക് കാണും. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിൻ്റെ ടച്ച് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. അപ്പോൾ മച്ചാന്മാരെ, അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ ഹോം സ്ക്രീനിൽ വന്ന ശേഷം ഏതെങ്കിലും ഒരു ഐക്കൺ, നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ്റെ ഐക്കണിൽ ലോങ് ആയിട്ട് പ്രസ് ചെയ്യുക. ലോങ് ആയിട്ട് പ്രസ് ചെയ്ത ശേഷം നിങ്ങൾ അത് ഏറ്റവും ടോപ്പിൽ കൊണ്ടുപോയതിന് ശേഷം ഒരു സൈഡ് വഴി, ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ തന്നെ സൈഡ് ബൈ സൈഡായിട്ട് ജസ്റ്റ് മൂവ്മെൻറ്റ് ചെയ്യുക. ഇതേപോലെ ചെറുതായിട്ടൊന്ന് മൂവ്മെൻറ്റ് ചെയ്യുക. ഏതൊരു ഫോണിലും, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഏതൊരു ഫോണിലും ഇതേപോലെ ചെയ്യാൻ സാധിക്കും. ഇന്ന ഫോണിൽ തന്നെ, ഇന്ന മോഡൽ ഫോണിൽ ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ അങ്ങനെയൊന്നുമില്ല. എല്ലാ ഫോണിലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും. ഇതേപോലെ സൈഡ് ബൈ സൈഡായിട്ട് മൂവ്മെൻറ്റ്, മുകളിൽ നിന്ന് താഴോട്ട് തന്നെ, മുകൾ മുതൽ താഴെ വരെ ഇതേപോലെ സൈഡ് ബൈ സൈഡായിട്ട് നിങ്ങൾ മൂവ് ചെയ്ത് നോക്കുക. ഇത് പ്രോപ്പറായിട്ട് തന്നെ, നല്ല സ്മൂത്തായിട്ട് തന്നെ ഇത് മൂവായിട്ട് വരികയാണെങ്കിൽ, മൊത്തത്തിൽ മൂവായിട്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ടച്ചിന് യാതൊരുവിധ ഇഷ്യൂസും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതെങ്കിലും കാരണവശാൽ നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് ടച്ച് വിട്ട് നമ്മൾ വീണ്ടും പോവുകയാണെങ്കിൽ, ആ ഒരു ഐക്കൺ നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഐക്കൺ നമുക്ക് വിട്ടുപോവുകയാണെങ്കിൽ, ഇതേപോലെ വിട്ടുപോവുകയാണെങ്കിൽ ആ ഭാഗത്ത് ടച്ച് പ്രോബ്ലംസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പൂർണ്ണമായിട്ട് മൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലംസും ഇല്ല, ടച്ച് ഓക്കെയാണ്. എന്നാൽ നമ്മൾ മൂവ് ചെയ്യുന്ന ഐക്കൺ കട്ടായി പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ആ കട്ടായി പോയ ആ ഭാഗത്ത് ടച്ച് പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മച്ചാന്മാരെ, നിങ്ങളുടെ ഫോണിൻ്റെ ടച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി ഒരുപക്ഷെ നിങ്ങളുടെ ഫോണിൻ്റെ ടച്ച് കംപ്ലൈൻ്റ് ആണെങ്കിൽ, നിങ്ങളുടെ ഫോണിൻ്റെ ടച്ച് കംപ്ലൈൻ്റ് ആണ് എന്ന് പറയുന്നത് വലിയ കംപ്ലൈൻറ്റുകളല്ല. അതായത് നിങ്ങളുടെ ഫോണിൻ്റെ ടച്ച് മുഴുവൻ പൊട്ടിപ്പോയി, അല്ലെങ്കിൽ ടച്ച് പൂർണ്ണമായിട്ട് ഒന്നും തന്നെ വർക്ക് ചെയ്യാത്ത അവസ്ഥ, അങ്ങനത്തെ അല്ല. ചെറിയ കംപ്ലൈൻറ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോണിൻ്റെ ടച്ചിൻ്റെ ചില ഭാഗങ്ങൾ, നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീനിൻ്റെ ചില ഭാഗങ്ങളിൽ മാത്രം ടച്ച് വർക്ക് ചെയ്യാതെ വരിക, ചില സമയങ്ങളിൽ വർക്ക് ചെയ്യുന്നു, ചില സമയങ്ങളിൽ വർക്ക് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ടച്ചിൻ്റെ സെൻസിറ്റിവിറ്റി വളരെ കുറവാണ്. അതായത് വളരെ ഹാർഡായിട്ട് പ്രസ് ചെയ്യേണ്ടി വരുന്നു ടച്ച് വർക്ക് ചെയ്യുന്നതിനായിട്ട്. അങ്ങനത്തേക്ക് വരുന്ന ചെറിയ പ്രോബ്ലംസ്, ടച്ച് സംബന്ധമായിട്ടുള്ള ചെറിയ പ്രോബ്ലംസുകൾ നിങ്ങൾക്ക് ഷോപ്പിൽ കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് റിപ്പയർ ചെയ്ത്, 100% എന്ന് ഞാൻ പറയുന്നില്ല, ഏകദേശം ഒരു 50-60-70% വരെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് റെഡിയാക്കി എടുക്കാൻ സാധിക്കുന്ന ഒരു 1-2 ട്രിക്ക് കൂടിയുണ്ട്. അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കുറച്ച് ലെങ്ത് കൂടിപ്പോയി, അതുകൊണ്ട് ഞാൻ അടുത്തൊരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനുണ്ട്. അതായത് ആ ഒരു വീഡിയോയിൽ, അതായത് ടച്ച് എങ്ങനെ റിപ്പയർ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോയിലെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. ഓക്കെ, ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ സംബന്ധമായിട്ട് എന്ത് ഡൗട്ടുകളും താഴെ ചോദിക്കാവുന്നതാണ്. നിങ്ങൾ റിപ്ലൈ നൽകുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.